Meet the editors. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ ബില്ല് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബില്ല് പാസ്സാക്കപ്പെടുമെന്നത് ഉറപ്പാണ്. 293 അംഗങ്ങൾ ഇപ്പോൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സഭയിലുണ്ട്. മറുപക്ഷത്താവട്ടെ 241 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ 235 പേർ ഇന്ത്യ മുന്നണിയുടെയും AMMന്റെയും YSRCPയുടെയും ആസാദ് സമാജ് പാർട്ടിയുടെയും ബാക്കി അംഗങ്ങൾ കൂടി ചേരുന്നതാണ് 241. ചുരുങ്ങിയത് 52 വോട്ടുകൾക്ക് അത് പരാജയപ്പെടും. പക്ഷേ ആ ബില്ലിൻ്റെ ഇന്നത്തെ ചർച്ച നമ്മളിൽ വ്യക്തമാക്കുന്നത് ആ ബില്ലിൻ്റെ ഘടന, അതിൻ്റെ പ്രധാനപ്പെട്ട ഭേദഗതി ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ 95-ലെയും 2013-ലെയും ഭേദഗതികളുണ്ട്. 95-ലെ ആക്ടാണ്, 2013-ൽ ഭേദഗതി വന്നു. ഈ ആക്ട് ഈ ബില്ല് ആക്റ്റായി മാറുമ്പോൾ അതൊരു ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കുന്നത്? നിശ്ചയമായും ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, കേരളവുമായി ബന്ധപ്പെട്ട അതിനൊരു രാഷ്ട്രീയമുണ്ട്, മറ്റത് ഒരു ദേശീയ രാഷ്ട്രീയവുമുണ്ട്. ആദ്യം നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കാം. ഇന്നിപ്പോൾ ശശി തരൂരിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ സംസ്ഥാനത്ത് 18% ക്രിസ്ത്യാനികളാണുള്ളത്. ആ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് വാങ്ങി വിജയിച്ച ഇടതുപക്ഷ എംപിമാർക്കും അതുപോലെ തന്നെ കോൺഗ്രസ് എംപിമാർക്കും ഈ വഖഫ് ബില്ലിനെ എതിർക്കേണ്ട ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു മുതലക്കണ്ണീരൊഴുക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിന് പിന്നൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കാരണം കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ക്രിസ്ത്യൻ സമുദായത്തെ ഒരു പൊട്ടൻഷ്യൽ അലിയായിട്ട് കാണുന്നു, ഒരു സഖ്യകക്ഷിയായിട്ട് കാണുന്നു. അപ്പം അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളായിട്ട് സ്വയം പോസ്റ്റർ ചെയ്യാനാണ് സുരേന്ദ്രനും BJPയും ഇപ്പോൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലെ ക്രിസ്ത്യാനികളെയും രാജ്യത്തെ ക്രിസ്ത്യാനികളെയും ഓർത്ത് മുതലക്കണ്ണീരൊഴുക്കുന്ന BJP നേതാക്കളും ആ മുതലക്കണ്ണീരിൽ ചഞ്ചലപ്പെടുന്ന ചില വിശ്വാസികളും അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഓർമ്മ പങ്കുവയ്ക്കാം. 1999 നവംബറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചു. അന്ന് ഞാൻ ഡൽഹിയിൽ റിപ്പോർട്ടറാണ്. അന്ന് വാജ്പേയി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അന്ന് ലോക്സഭയിൽ വലിയൊരു ചർച്ച നടന്നു. എന്താ സംഭവം എന്നറിയോ? നമുക്കറിയാലോ, 1999 ജനുവരി 23 ഇന്ത്യ ഞെട്ടിയ ഒരു സംഭവത്തിൻ്റെ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ആ പ്രഭാതം പൊട്ടിവിട്ടിരുന്നത്. എന്താ സംഭവം? 1999 ജനുവരി 23-ാം തീയതിയാണ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന പാതിരിയെ ഒഡീഷയിൽ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നത്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും കൂടി ബജറംഗ ദളിൻ്റെ പ്രവർത്തകർ കൺവേർഷൻ നടത്തുന്നയാളാണ് ഇയാൾ എന്ന് പറഞ്ഞുകൊണ്ട് കത്തിച്ചു കൊന്നു, ജീവനോടെ കത്തിച്ചു കൊന്നു. 1999 ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തീയ പള്ളികൾക്കും ക്രിസ്തുമത വിശ്വാസികൾക്കും എതിരായിട്ട് ശക്തമായ ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അന്ന് വാജ്പേയി സർക്കാരിന് വലിയ തലവേദനയായിരുന്നു. വാജ്പേയി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1999 ഡാംഗ് ജില്ലയിൽ വലിയ കലാപം, ഗുജറാത്തിലെ ഡാംഗ് ജില്ലയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ച ഒരു വലിയ സംഭവം ഉണ്ടായി. ആ സമയത്ത് വാജ്പേയി തന്നെ നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം മാധ്യമ സംഘത്തിൽ സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യത്ത് ഈ കൺവേർഷനെതിരായിട്ട് ഗർവാപ്പസി എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, റീകൺവെർസേഷൻ, ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റീകൺവെർസേഷൻ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ വരുന്നത്. ആ മാർപ്പാപ്പയുടെ സന്ദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കി. ഭരിക്കുന്നതാരാണ്? വാജ്പേയി ആണ്. ഭരിക്കുന്നതാരാണ്? BJP ആണ്. ആ സമയത്താണ് സംഘപരിവാറിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ ഇന്ത്യയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചു. കാര്യം എന്താണ്? ഇവിടെ ഈ കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ നേതാവാണ് ജോൺ പോൾ രണ്ടാമനെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരാൻ പാടില്ല എന്നും ആവശ്യപ്പെട്ട സംഘപരിവാർ സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാവോ? ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളുണ്ടായിട്ട് നമുക്കറിയാമല്ലോ, ഡൽഹിയിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള ഏരിയയാണ് ഈ സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും എന്ന് പറയുന്നത്. അതിൽ നോർത്ത് ബ്ലോക്കാണ് ആഭ്യന്തര മന്ത്രാലയം. അന്ന് LK അദ്വാനിയാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത്. ആ LK അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരിക്കെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ്റെ എഫിജി കോലം കത്തിച്ചു. ആര് കത്തിച്ചു? വിശ്വ ഹിന്ദു പരിഷത്ത്. ഏറ്റവും സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്ത് ഈ പറഞ്ഞ ഒരു കോലം കൊണ്ടുവന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കത്തിച്ചു. ആ സമയത്ത് പാർലമെൻറ്റ് നടക്കുകയാണ്. പാർലമെൻറ്റിൽ പ്രിയരഞ്ജൻ ദാസ് മുഷി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നോക്കൂ, ആഭ്യന്തരമന്ത്രിയായ LK അദ്വാനിയുടെ മൂക്കിന് താഴെ കൊണ്ടുവന്ന് ഏറ്റവും സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്ത് ഒരു കോലം മാർപ്പാപ്പയുടേത് കത്തിക്കുമ്പോൾ എന്ത് സെക്യൂരിറ്റിയാണ് ഇന്ത്യയിലുള്ളത്? അങ്ങനെയാണ് എങ്കിൽ ജോൺ പോൾ മാർപ്പാപ്പ എങ്ങനെ, എന്ത് വിശ്വാസത്തിൽ, എന്ത് സുരക്ഷയിൽ ഇന്ത്യയിൽ സഞ്ചരിക്കും, ഇന്ത്യയിൽ വരും? അതുകൊണ്ട് LK അദ്വാനി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് പറഞ്ഞു. ഈ പ്രശ്നം ഉന്നയിച്ചത് കോൺഗ്രസ് ആണേ അവിടെ. അന്ന് ആ പ്രശ്നത്തിൻ്റെ തുടർച്ചയായി ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ പേര് ഞാൻ പറയാം. 1 രമേശ് ചെന്നിത്തല, 2 ഫ്രാൻസിസ് ജോർജ്. ഇപ്പോൾ ഈ പറയുന്ന വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ അവതരിപ്പിക്കുന്ന ഫ്രാൻസിസ് ജോർജ് അന്ന് ലോക്സഭയിൽ വെച്ച് ഗദ്ഗത കണ്ഠനായി ചോദിച്ചു, ഞങ്ങളുടെ ഈ പറയുന്ന മേധാവി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സുരക്ഷയാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന 193 നോട്ടീസ് കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജ്, PC തോമസ്,
NN കൃഷ്ണദാസ് അന്ന് MP ആണ്, അതേപോലെ തന്നെ സുരേഷ് കുറുപ്പ് അന്ന് MP ആണ്, VM സുധീരൻ അന്ന് MP ആണ്. കേരളത്തിൽ നിന്നുള്ള MP-മാരാണ് എഴുന്നേറ്റ് നിന്ന് ശക്തമായി ഈ പ്രശ്നം ഉന്നയിച്ച. അന്ന് LK അദ്വാനി പറഞ്ഞത് എന്താണെന്നറിയാവോ? മറുപടി പറഞ്ഞത് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് മതമേധാവി എന്നുള്ള നിലയ്ക്കല്ല, ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്നുള്ള നിലയ്ക്കാണ് എന്നാണ് പറഞ്ഞത്. ആ മറുപടി കേരളത്തിലുള്ള MP-മാർക്കുള്ള മറുപടിയല്ല, വിശ്വ ഹിന്ദു പരിഷത്തിനുള്ള മറുപടിയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ ക്രിസ്ത്യൻസിന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന BJP-യുടെ നേതാക്കൾ ഈ ചരിത്രം മറന്നു പോകരുത്, അത് ക്രിസ്ത്യാനികൾ മറന്നു പോകരുത്. കാരണം എന്താ വെച്ചാൽ 1999 ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കേ, ഈ രാജ്യത്ത് എത്ര ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര ക്രിസ്ത്യൻ ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കന്ധമാൽ നമുക്ക് മറക്കാൻ കഴിയുമോ? കന്ധമാലിൽ എത്ര വലിയ കലാപമാണ്, എത്ര ചർച്ചുകൾ നശിപ്പിക്കപ്പെട്ടു, എത്ര ക്രിസ്ത്യൻ വിശ്വാസികൾ കൊല്ലപ്പെട്ടു. അത് കന്ധമാലിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ലല്ലോ, ജാർഖണ്ഡിൽ അത് സംഭവിച്ചില്ലേ, ഛത്തീസ്ഗഡിൽ സംഭവിച്ചില്ലേ, മധ്യപ്രദേശിൽ സംഭവിച്ചില്ലേ, അതെ, അത് ഏറ്റവും ഒടുവിൽ മണിപ്പൂരിൽ സംഭവിച്ചില്ലേ. എത്ര പ്രാവശ്യം ബിഷപ്പുമാരുടെ പ്രതിനിധികൾ, ഈ പറയുന്ന CBCയുടെയും KCBCയുടെയും ഒക്കെ പ്രതിനിധികൾ ദ്രൗപദി മുർമു അടക്കമുള്ള രാഷ്ട്രപതിമാരെ കണ്ടിട്ടുണ്ട്, എന്നിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, ഞങ്ങളുടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങളുടെ വിശ്വാസികളും അനുയായികളും ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നല്ല ധാരണയുണ്ട്, ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്, അതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. ആ രാഷ്ട്രീയ തന്ത്രവും അവരൊക്കെ അവരാരും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, അവർക്ക് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം പറയാനുണ്ട്. ഇതാണ് കേരളത്തിലെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം. ഇനി വലിയൊരു രാഷ്ട്രീയം വഖഫ് ബില്ലുമായിട്ടുണ്ട്. അതെന്താണെന്നറിയാവോ? 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തു ആണല്ലോ. ആ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടിയിട്ടൊരു വലിയ രഥയാത്ര ഇന്ത്യയിൽ നടന്നു അല്ലേ? 1990 സെപ്റ്റംബർ 25 സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന രഥയാത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപയാത്രയായിരുന്നില്ലേ? എത്ര ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു അല്ലേ? അങ്ങനെ ഒരു വലിയ രഥയാത്ര നടത്തി 92 ഡിസംബറിൽ അവിടെ വെച്ചിട്ട് ബാബറി മസ്ജിദ് തകർത്തു. ഇനിയിപ്പോൾ അത്തരത്തിലുള്ള രഥയാത്രകളുടെ ആവശ്യമില്ല, ഈ അത്തരത്തിലുള്ള കലാപങ്ങളുടെ ആവശ്യമില്ല, അങ്ങനെ തകർക്കേണ്ട ആവശ്യമില്ല. ലീഗലി ഇത് പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് രാജ്യത്തെ നിയമത്തെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതൊരു ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. കാരണം എന്നറിയാവോ? ഈ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ആ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ ക്ലോസാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. എന്താണ് വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കാലാകാലങ്ങളായി വെച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫായി അംഗീകരിക്കുന്ന ഒരു രീതി വഖഫ് ബില്ലിലുണ്ട്, 95 വഖഫ് ബില്ലിലുണ്ട്. ആ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് എടുത്ത് കളയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? പല ഷ്രൈൻസിനോടും, അതായത് ഇപ്പം അജ്മീർ ദർഗയ്ക്ക് മേലെ ക്ലെയിം ഇല്ലേ? അവിടെ ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ ക്ലെയിം അവിടെ നിൽക്കുകയാണ്. സമ്പൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താ? സമ്പലിലെ ആളുകൾ എത്ര പേര് മരിച്ചു? സമ്പലിൻ്റെ തൊട്ട് അകത്ത് ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഉടനെ തന്നെ ഒരു കോടതി ഉത്തരവിടുക, പോയി അന്വേഷിച്ചോളാൻ. അടുത്ത നിമിഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പോയിട്ട് അത് കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് കൊടുക്കുക. ഈ രീതിയിൽ പല ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഈ ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടീസിൻ്റെ പ്രശ്നം എന്താ അറിയോ? 500 വർഷം മുമ്പ് എവിടെയാണ് ആധാരം? എന്ത് ഡോക്യുമെൻ്റ് ഉണ്ട്? ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ലാത്ത കാലത്ത് ഓറലി നിങ്ങൾ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കൊണ്ട് കൊടുക്കുന്നു. ആ വഖഫ് പ്രോപ്പർട്ടിയിൽ അവിടെ പള്ളികൾ ഉണ്ടാകുന്നുണ്ട്, അവിടെ ഗ്രേവ് യാർഡ്സ് ഉണ്ടാകുന്നുണ്ട്, ഈ പറയുന്ന ശവപ്പറമ്പുകൾ ഉണ്ടാകുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ യത്തീംഖാനകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊന്നും തന്നെ പ്രോപ്പറായ ഡോക്യുമെൻറ്റേഷൻ ഇല്ല. അപ്പോഴും നമ്മൾ എന്താ പറയുക? അത് കാലാകാലങ്ങളായി ആ വിഭാഗങ്ങൾ വെച്ച് അനുഭവിച്ചു വരുന്ന ഒന്നാകയാൽ അത് അവരുടെ സ്വത്താണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ആ അർത്ഥത്തിൽ വഖഫ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് സൈറ്റുകളുണ്ടെന്നേ, ലക്ഷക്കണക്കിന്, 100 അല്ല, 200 അല്ല, 1000 അല്ല, 10,000 അല്ല, ലക്ഷക്കണക്കിന് സൈറ്റുകളുണ്ട്. ഇപ്പോൾ എന്താ പ്രശ്നം വരിക? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഒരു പ്രോപ്പർ ഡീഡും കാണിക്കാനുണ്ടാവില്ല, പ്രോപ്പറായ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവില്ല, അതിൻ്റെ മേളിൽ ഒരു ക്ലെയിമും ഡിസ്പ്യൂട്ടും വരും. എങ്ങനെയാണ് അത് പരിഹരിക്കാൻ പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയ ലക്ഷ്യമുണ്ട്. അതായത് ഇനിയിപ്പോൾ ഒരു തരത്തിലുള്ള കലാപങ്ങളും ആവശ്യമില്ലാതെ നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിയമപരമായി ഇതിനെയൊക്കെ എങ്ങനെ പിടിച്ചെടുക്കാം എന്ന തരത്തിലുള്ളൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വഖഫ് ബില്ലിൻ്റെ ഏറ്റവും അപകടകരമായ പ്രൊവിഷൻ വഖഫ് ബൈ യൂസർ എന്നുള്ള എടുത്തു കളയുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഡിസ്ട്രിക്ട് കളക്ടറിനെ ഇതിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. എത്ര നിയമപരമായിട്ടാണെന്ന് നോക്കൂ. ഇനിയിപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇതിനകത്ത് അധികാരി എന്ന് പറയുന്നത്. ആരാണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്ന ആൾ? അയാൾ റവന്യൂ റെക്കോർഡ്സിൻ്റെ കസ്റ്റോഡിയനാണ്. ഒരു ജില്ലയിലെ റവന്യൂ റെക്കോർഡ്സിൻ്റെ കസ്റ്റോഡിയനാണ് ഈ പറയുന്ന ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത്. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഈ ഡിസ്ട്രിക്ട് കളക്ടർ ആരോടൊപ്പം നിൽക്കും? ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുമോ, അതോ ഈ പറയുന്ന വഖഫിനോടൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ആ ക്ലെയിം വെക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുമോ? നിൽക്കാൻ പറ്റില്ല.
നിഷ്പക്ഷത എന്നൊരു പ്രശ്നം ഇതിനകത്ത് നിന്ന് പോകും. സോ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഈ വഖഫ് പ്രോപ്പർട്ടിയുടെ മുകളിൽ വളരെ ശക്തമായി പിടിമുറുക്കാൻ പോകുന്നു. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ നാളെ ഈ പറയുന്ന 100 വർഷം പഴക്കമുള്ളതോ 200 വർഷം പഴക്കമുള്ളതോ 300 വർഷം പഴക്കമുള്ളതോ ഒക്കെ ആയിട്ടുള്ള പള്ളികളെയൊക്കെ വളരെ നിസ്സാരമായി യാതൊരു പ്രോപ്പറായിട്ടുള്ള ഡീഡുമില്ല, യാതൊരു തരത്തിലുള്ള ഡോക്യുമെന്റേഷനും ഇല്ല, ഒരു ക്ലെയിം വെച്ചുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് ഒരു ഡിസ്ട്രിക്ട് കളക്ടറുടെ അധികാര പരിധിയിലേക്ക് വരികയും അയാൾ റവന്യൂ റെക്കോർഡ്സ് നോക്കിക്കൊണ്ട് ദർ ഈസ് നോ പ്രോപ്പർ ഡീഡ് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ഡിക്ലറേഷൻ നടത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്കത് സുഖമായിട്ട് ഇങ്ങേറ്റെടുക്കാം. ഒരു കലാപത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെയാണ് പ്രശ്നം. ഞാൻ ഇതിനകത്ത് ഈ മുസ്ലിം അംഗങ്ങളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇതിനകത്ത് ഇപ്പോൾ ഈ ഡീഡ് അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ മുസ്ലിം സമുദായത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലേ? ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്താണ്? സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. എന്താണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത്? പ്രതിവർഷം 1000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാവുന്ന വലിയൊരു സ്വത്തിൽ നിന്ന് കേവലം 160 കോടി രൂപ 163 കോടി രൂപയാണ് വാർഷിക വരുമാനം ഉണ്ടാക്കുന്നത്. ദാറ്റ് ഷുഡ് ബി സ്ക്രൂട്ടനൈസ് എന്നല്ലേ പറഞ്ഞത്? അത് സ്ക്രൂട്ടനൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നോക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കണം. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ പറയുന്നുള്ളൂ. ആയിക്കോട്ടെ, അല്ല ഏതോ ആർഗ്യുമെന്റും എപ്പോഴും സ്മൃതി നമുക്ക് അനുകൂലമായി എടുത്തുപയോഗിക്കാൻ പറ്റുന്ന എടുത്തുപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന വലിയ രീതിയിൽ മുസ്ലിം വിഭാഗത്തിന് ഗുണം ചെയ്യാൻ പോകുന്നു എന്ന മട്ടിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഇതിനകത്ത് നിശ്ചയമായും ഒരു രാഷ്ട്രീയ നിഗൂഢമായ അജണ്ടയുണ്ട്. ആ അജണ്ടയെന്ന് ഞാൻ പറയുന്നത് വഖഫ് ബൈ യൂസർ എന്നുള്ളത് എടുത്തു കളഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഏത് ഷൈൻസിന് മേലിലും ഒരു ക്ലെയിം വന്നാൽ അത് നിയമപരമായി പിടിച്ചെടുക്കാൻ പാകത്തിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റിയെടുക്കാനുള്ള അതിശക്തമായൊരു നീക്കമാണ് ഈ നടന്നിരിക്കുന്നത്. എല്ലാം നിയമവിധേയമാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ രഹസ്യമായ അജണ്ട. കേരളത്തിൽ അവർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് സംഘപരിവാർ സംഘടനകളിൽ നിന്നാണ്. അവർ ഏറ്റവും കൂടുതൽ പിന്നെ അവരുടെ പള്ളികൾ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ടിട്ടുള്ളതും സംഘപരിവാർ സംഘടനകളിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ അവരൊരു രാഷ്ട്രീയം കളിക്കുന്നത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ദേശീയ തലത്തിൽ അവരുണ്ടാക്കാൻ പോകുന്നത് ചെറുതായിട്ടുള്ള വലിയൊരു ഫോർവേഡ് പ്ലാനിംഗ് ഉണ്ട്. വളരെ ഫോർവേഡായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് പലതും പിടിച്ചെടുക്കാനുള്ള രഹസ്യമായ അജണ്ട ഈ പറയുന്ന വഖഫ് ബില്ലിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ, നമ്മൾ സ്മൃതിയിലേക്ക് കൂടി വരാം. അതിനുശേഷം നമുക്ക് ഇടവേളയ്ക്ക് പോകാം. ഇതിൽ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് KC വേണുഗോപാൽ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായി ഈ രീതിയിലൊരു വിവേചനം നിങ്ങൾ നടത്തുന്നത്? ഹിന്ദു ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡുമായി നിങ്ങൾക്കില്ലാത്ത ഒരു വിഭജനം എന്തുകൊണ്ടാണ് ഇവിടെ സാധ്യമാവുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ്. മാത്രമല്ല ഇതിൽ തന്നെ ബോറ കമ്മ്യൂണിറ്റി ആണെങ്കിലും ശരി, ആഗാഖാനി കമ്മ്യൂണിറ്റി ആണെങ്കിലും ശരി, ഇതിനുള്ളിൽ തന്നെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളെ, ഷിയ അതേപോലെ സുന്നി വിഭാഗങ്ങളെ, ഇതിനെയെല്ലാം തന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ബോർഡുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഡിസ്പ്യൂട്ടിലിരിക്കുന്ന വഖഫ് പ്രോപ്പർട്ടികൾ കൊണ്ടുവരാനുള്ള ഒരു നീക്കം എന്ന നിലയിൽ കൂടിയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം ആ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് തുടങ്ങി കുറച്ച് കാലമായി അത് മുനമ്പം വഴിയാണത് ഇവിടെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പാർലമെന്റിലും മുനമ്പം എന്ന പേര് എടുത്തെടുത്ത് കിരൺ റിജിജു പറയുന്നുണ്ടായിരുന്നു. KC വേണുഗോപാൽ ഈ പറയുന്ന 2 തരം സമീപനങ്ങൾ അത് വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ദേവസ്വവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൽ ഒരു അഹിന്ദുവിനെ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. വൈഷ്ണവ് ദേവി ക്ഷേത്ര നിയമപ്രകാരം അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. ലഫ്റ്റനന്റ് ഗവർണറാണ് ചെയർമാൻ ആയിട്ടുള്ളത്. ഈ ലഫ്റ്റനന്റ് ഗവർണർ ഹിന്ദു അല്ല എങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരാളെ നാമനിർദ്ദേശം ചെയ്യാം, ഒരു ഹിന്ദുവിനെ നാമനിർദ്ദേശം ചെയ്യാം. അത്ര പോലും ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. പക്ഷേ വഖഫുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല പറയുന്നത്. വഖഫുമായി ബന്ധപ്പെട്ട വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുത്ത് അങ്ങ് തടിച്ചു കൊടുത്തിരിക്കുന്ന വഖഫ് അത് സമുദായത്തിന് തന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് സമുദായത്തിലെ ദരിദ്രർക്ക് വേണ്ടി, മുസ്ലിം ദരിദ്രർക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊരു നിയമ ഭേദഗതി എന്ന വാദമാണ് സർക്കാർ ആവർത്തിച്ചുന്നയിക്കുന്നത്. നമുക്കറിയാം, ഈ മുത്തലാഖ് കൊണ്ടുവന്ന സമയത്തും മുസ്ലിം സ്ത്രീകളിലായ കുറച്ചുപേരുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് മുത്തലാഖുമായി ബന്ധപ്പെട്ട ഒരു സമീപനം എടുത്തിരുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, മുസ്ലിം സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള സമീപനം. അതുകൊണ്ട് തന്നെ അതൊരു തരത്തിലൊരു പിന്തുണ നേടിയെടുത്തിരുന്നു. ആ രൂപത്തിലാണ് ഇതിനെ അവതരിപ്പിക്കാൻ നോക്കുന്നത്. ഇതിൽ എത്രത്തോളം ഇവരുടെ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട്, എത്രത്തോളം സ്വത്ത് ഈ തരത്തിൽ പാർലമെൻറ്റിൻ്റെ ഭൂമിയടക്കം, പാർലമെൻറ്റ് നിൽക്കുന്ന ഭൂമിയടക്കം അതിൻ്റെ അവകാശവാദം അടക്കം ഈ വഖഫ് ഉന്നയിക്കും എന്നാണ് പറഞ്ഞു പോയത്. അത് പറഞ്ഞു പോയി പിന്നീട് അത് വ്യാഖ്യാനിച്ച് വരുമ്പോൾ അതിന്മേൽ കോടതിയിൽ വ്യവഹാരം അടക്കം നടക്കുന്നു എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്.
123 സ്വത്തുക്കൾ പ്രധാനപ്പെട്ട ഡൽഹിയിലെ ഡൽഹിയിൽ 123 സ്വത്തുക്കൾ ഈ തരത്തിൽ വഖഫ് കൈവശം വച്ചിരിക്കുന്നു എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത്. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടതിനെ കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. പാർലമെന്റിൽ മുന്നിൽ വെച്ചിട്ടുള്ള കണക്കിൽ 994 വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ പാർലമെന്റിലെ കണക്ക് 58,929 സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി മുനമ്പവുമായി ബന്ധപ്പെട്ട് ഇതിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് കൃത്യമായും അത് അവർക്ക് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് എത്തിക്കുന്നത് BJP ഇവിടെ പടിപടിയായി ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തായാലും കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായാലും ആ വിഷയം എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിൽ ഒരു തരത്തിൽ അവിടെ ഭൂമി നഷ്ടപ്പെട്ടവർ ഇപ്പോൾ സമരം ചെയ്യുന്നവർ അതിൻ്റെ ആ സ്വാധീനത്തിൽ പെട്ടിട്ട് പോയിട്ടുണ്ട്. കാരണം ഈ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർക്ക് അവരുടെ സ്ഥലം കിട്ടുമെന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. ഇതിപ്പോൾ കളക്ടർക്കാണല്ലോ അധികാരം കൊടുക്കുന്നത്. കളക്ടർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ കളക്ടർ സ്വാഭാവികമായി പറയുന്ന പോലെ എന്താണോ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുന്നത് ആ നിലപാടിനൊപ്പം നിൽക്കും. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ പിന്നീടും നിയമപരമായി അത് കോടതിയിലേക്ക് പോകും. ഇപ്പോൾ ഈ പറയുന്ന ഉറപ്പായിട്ടും അതും പിന്നെയും നിയമത്തിന്റെ നൂലാമാലകൾ തന്നെയാണ് അവർക്ക് മുന്നിലുള്ളത്. ഇപ്പോഴും അത് കോടതിയിലാണ്. വഖഫ് ട്രൈബ്യൂണൽ എന്നുള്ളത് ഒരു മത കോടതിയാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിച്ച് അതിനൊരു പ്രചാരണം കൊടുത്തിരിക്കുകയാണ്. വഖഫ് ട്രൈബ്യൂണൽ ഇവിടെ നിയമപരമായി പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം ഉണ്ടാക്കിയിരുന്ന സംവിധാനമാണ്. വഖഫ് ട്രൈബ്യൂണൽ വേണമോ അതോ മറിച്ചൊരു സംവിധാനമാണോ വേണ്ടത് എന്ന് ആലോചിച്ച് തീരുമാനിക്കാം. പക്ഷെ അതിന് പകരം കളക്ടർ എന്ന് വരുമ്പോൾ അത് ആരുടെ തീരുമാനം നടപ്പാക്കാനാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. ഹിന്ദുക്കൾക്ക് വരാം, സ്ത്രീകൾക്ക് വരാം എന്നൊക്കെ പറയുമ്പോൾ പുരോഗമനപരം എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഒട്ടും പുരോഗമനപരമല്ല. ആ പുരോഗമനപരമെങ്കിൽ മറ്റു മതങ്ങളുടെ കാര്യത്തിലും അത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൽ ഈ മുനമ്പം വിഷയം കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ വഖഫ് ബോർഡ് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന രൂപത്തിൽ ഇവിടെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ വഖഫ് സംരക്ഷണ സമിതി എന്ന സംവിധാനമാണ് ഈ രൂപത്തിലേക്ക് ഇവിടേക്ക് വന്നിട്ടുള്ള അറിയാം അല്ലേ. കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അതിൽ പ്രായോഗികമായി അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമി നഷ്ടപ്പെട്ടവരാണ്, പാവങ്ങളാണ്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അതൊക്കെ തന്നെ നമ്മൾ കരുതേണ്ട കാര്യമാണ്. അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ അവർക്ക് അനുകൂലമായ രീതിയിൽ ട്രൈബ്യൂണലിൽ വാദിച്ച് അവർക്ക് നീതി നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ആ വിഷയത്തിനെ വേറെ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ നിയമത്തെ പിന്തുണയ്ക്കണം, ഈ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ഇവിടെ സഭാ നേതൃത്വം പറയുമ്പോൾ ആ സഭാ നേതൃത്വം വിചാരിക്കുന്നത് ഈ ന്യൂനപക്ഷ വേട്ടയിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെടും, മുസ്ലിങ്ങൾക്ക് പിന്നാലെ പോയാൽ അവർക്ക് RSSനും BJPക്കും പിന്തുണ കൊടുത്താൽ ഈ ന്യൂനപക്ഷ വേട്ടയിൽ ഞങ്ങൾ തൽക്കാലം ഒഴിവാക്കപ്പെടുമെന്നുള്ള മിഥ്യാധാരണയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സഭാ നേതൃത്വങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ ഒരു അഭിപ്രായം പറയലല്ല കേട്ടോ സഭാ നേതൃത്വം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നാണ് KCBC പറഞ്ഞിരിക്കുന്നത്. അത് മുന്നറിയിപ്പിൻ്റെ സ്വഭാവമാണ്. IB ഈഡൻ്റെ ഓഫീസിൻ്റെ പുറത്ത് ഈ മുനമ്പം സമരസമിതിയുടെ പേരിൽ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. ഇതിലൊക്കെ വേറൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ അതൊരു സമ്മർദ്ദ തന്ത്രമായി ഞങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങളത് ആ വോട്ട് അവിടേക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. കൊടുക്കട്ടെ. ആദ്യം മുസ്ലിങ്ങൾ, പിന്നെ ക്രിസ്ത്യാനികൾ, പിന്നെ കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് വിചാരധാരയിൽ ഗോൾവാക്കർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഊഴം എത്താനിരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. സഭയിലെ കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടത്, പള്ളികൾ തകർത്തത്, പള്ളികളുടെ കണക്ക് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ കണക്കുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഈ കണക്കുകളും ഈ ഓർമ്മകളും സഭാ നേതൃത്വത്തിന് ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഇത് നോക്കൂ. ഇന്നിപ്പോൾ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പോലും അവരുടേതും ഒരു വൈരാഗ്യ ബുദ്ധിയിൽ വരുന്ന അല്ലെങ്കിൽ പ്രതികരണത്തിന് വല്ലാത്തൊരു തരം ഷാർപ്നെസ് വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തേണ്ട കാര്യമാണ്. അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് നേരെയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് നേരെയും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾ ഇവിടെ സ്വാതന്ത്ര്യ സമരകാലത്ത് എവിടെയാണ് നിന്നത്, ഞങ്ങൾ എവിടെയായിരുന്നു നിന്നത് എന്നടക്കമുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരെ സംബന്ധിച്ച് വൈകാരികമായി ഇത് അപ്പുറത്തും ഇപ്പുറത്തും വൈകാരികമായി കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് കൈകൊട്ടാൻ ഒരു കൂട്ടരുണ്ട്. ആ കൈകൊട്ടുന്ന കൂട്ടരെ ഇവിടുത്തെ സഭാ നേതൃത്വം കണ്ടില്ല അപകടകരമായ കാര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. ഇന്നത്തെ ആ ലേഖനത്തിൽ മുഴുവൻ ആ രൂപത്തിലാണ് അവർ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ബാബ്രി മസ്ജിദിന് ശേഷം ഇവിടെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം മതേതരത്വത്തിൻ്റെ പൂർണ്ണ പരാജയമാകുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അത് അവരുടെ ആശങ്കയാണ്. ആ ആശങ്ക തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ആ ആശങ്കയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ തരത്തിൽ അധികാരം ഇവിടെ നോക്കൂ. ഇവിടെ വഖഫ് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കണ്ണായ ഭൂമി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമി ഞങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞ് വാദിച്ച് ഇവിടെ ഏത് കേസാണുള്ളത്? മറിച്ച് അപ്പുറത്ത് മുസ്ലിം പള്ളികൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുന്ന കേസുകളല്ലേ നമ്മുടെ മുന്നിലുള്ളത്. ഏതാണ് ആ കാഴ്ച? അപ്പോൾ എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് വെച്ച് ഞങ്ങൾ നടപ്പാക്കി കാണിച്ചു തരാം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ധാർഷ്ട്യമാണ്. അത് ജനാധിപത്യപരമല്ല. ഇവിടെ JPSCയിലും ഇവിടെ കൊണ്ടുവന്ന 500 ഭേദഗതികളിൽ ഒന്നുപോലും തൊടാതെ 32 ഭേദഗതി ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ നടപ്പാക്കും എന്ന തീരുമാനം വരുമ്പോൾ അവർ നടപ്പാക്കും. അവർ ഭരിക്കുമ്പോൾ നടപ്പാക്കും. നാളെ അതിൻ്റെ ഫലം ബാക്കിയുള്ളവർക്ക് കിട്ടുകയും ചെയ്യും. ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സുജയ.
ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമല്ല, ഒരു പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബില്ല്. ആ ബില്ല് ലോക്സഭയിലും പാസ്സാകും, രാജ്യസഭയിലും പാസ്സാകും. ആ ബിൽ നിയമമായി മാറുകയും ചെയ്യും. മുനമ്പത്തെ മനുഷ്യർക്ക് നീതി കിട്ടുകയും ചെയ്യും. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ദീർഘമായ വാചകമാണെങ്കിലും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ വഖഫ് അമെൻമെന്റ് ബിൽ 2025 കുറിച്ച് പറയുന്നതിന് പകരം പഴയ സംഭവങ്ങളിലേക്കാണ് ഉണ്ണിസാറൊക്കെ പോയത്. അതുകൊണ്ട് ഞാൻ ഈ ബില്ലിലേക്ക് സ്ട്രേറ്റ് വരികയാണ്. ഇവിടെ എന്താണ് ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ തന്നെ തുടങ്ങണം. കാരണം ഇവിടെ ഈ വഖഫിന്റെ പ്രോപ്പർട്ടി മാനേജ്മെന്റ്, അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ എവിടെയൊക്കെയാണ് ഈ ലിറ്റിഗേഷൻസ് കിടക്കുന്നത്? മുനമ്പം മാത്രമൊന്നുമല്ല, കേരളത്തിലെ ഒരു മുനമ്പം മാത്രമല്ല, പല പല ലിറ്റിഗേഷൻസ് പല ഇടങ്ങളിലായി പല കോടതികളിലായി നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് എത്ര മറച്ചു വെച്ചാലും അത് കൃത്യമായി ഇന്ന് പാർലമെന്റിൽ ഈ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ എൻഡോമെന്റായി അല്ലെങ്കിൽ ദാനമായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഈ ഭൂമി അത് പിന്നീട് വകമാറ്റി ചെലവഴിച്ചതിന്റെ, അതിൽ മിസ്മാനേജ്മെന്റ് നടത്തിയതിന്റെ, അഴിമതി കാണിച്ചതിന്റെ ഒക്കെ പലയിടങ്ങളിൽ നിന്നായുള്ള പരാതികളാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ വഖഫ് സ്വത്തുക്കളുടെ ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എന്നതിന്റെ കൂടി വെളിച്ചത്തിലാണ് ഈ ആക്ടിൽ ഒരു ഭേദഗതി വേണം. കാരണം എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണമല്ലോ. ചൂണ്ടിക്കാണിച്ചാൽ വഖഫാകണം എന്ന കാര്യത്തിൽ നിൽക്കണം എന്നുള്ളതൊക്കെ ഉണ്ണിസാർ പറയുന്നതിനോടൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിൽ ഈ വഖഫിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിന്റെ കാര്യം അത് സുതാര്യമാകുന്നു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ട്രാൻസ്പെറൻസി വരികയാണ്. ഡിജിറ്റലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എവിടെയൊക്കെയാണ് ഈ വഖഫ് സ്വത്തുക്കൾ ഉള്ളത് അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനമടക്കം പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സ്കൂളുകളും കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മദ്രസകളും ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയൊക്കെ ഇത് വിനിയോഗിക്കണം, നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. ഇവിടെ സേട്ട് കൊടുത്തതും ഫാറൂഖ് കോളേജ് വഴി ഇവിടെ ആ പ്രദേശത്തുള്ളവരുടെ ജീവിത നിലവാരം, അതുപോലെ തന്നെ അവരുടെ അക്കാദമിക നിലവാരമൊക്കെ ഉയർത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അടക്കം അവിടെ വരുമെന്ന് കരുതിയിട്ടാണല്ലോ ആ ഭൂമി കൊടുത്തത്. അല്ലാതെ തീറെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയല്ല ആ ഭൂമി കൊടുത്തത്. അപ്പോൾ എന്തിനാണോ വഖഫ് ചെയ്തത് ആ വഖഫിന്റെ ഉപയോഗം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നത് ഉറപ്പാകേണ്ടതുണ്ട്. അപ്പോൾ ഈ പുതിയ അമെൻമെന്റിൽ, ഈ ഭേദഗതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഉണ്ട്, അത് പരിഹരിക്കപ്പെടണം. രണ്ടാമത്തേത് ഈ വഖഫ് സംബന്ധിച്ചുള്ള ഭൂരേഖകൾ, ആ ഭൂരേഖകളിൽ പലയിടങ്ങളിലും സർവേസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സർവേസ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പിന്തുടർച്ചാവകാശം, സ്ത്രീകൾക്ക് പിന്തുടർച്ചാവകാശം കിട്ടേണ്ട ഭൂമി അത് വഖഫാക്കി മാറ്റി കഴിഞ്ഞാൽ, വഖഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ന്യായമായും കിട്ടേണ്ട പാരമ്പര്യ സ്വത്ത് കിട്ടാതെ പോകുന്നത് മാറ്റുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. അടുത്തത് ഈ ലിറ്റിഗേഷൻസിനെ കുറിച്ചാണ്. ആ ലിറ്റിഗേഷൻസിന്റെ കണക്ക് ഞാനൊന്ന് എടുത്തു നോക്കി. ആ ലിറ്റിഗേഷൻസ് അനുസരിച്ച് 2013 ഈ മാറ്റം വന്നതിന് ശേഷം, അതായത് 95 ആക്ടിൽ അമെൻമെന്റ് വന്ന ഈ 2013 ശേഷമുള്ള കേസുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് ആയി കിടക്കുന്ന ലിറ്റിഗേഷൻസിന്റെയാണ്, കോടതി വ്യവഹാരങ്ങളുടേതാണ്. 10,381 കേസുകളാണ് 2013 ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ 2025 ആകുമ്പോഴേക്കും അത് 21,618 കേസുകളായി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കേസില്ല, എവിടെയാണ് കേസ് എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ഈ കണക്കങ്ങ് വെക്കുകയാണ്. ഇനി സർക്കാർ ഭൂമി 5,973 പ്ലോട്ടുകളാണ്. സർക്കാർ ഭൂമി, ഗവൺമെന്റ് ലാൻഡ്, അത് 25 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ 5,973 പ്ലോട്ടുകൾ അല്ലെങ്കിൽ സർക്കാർ ഭൂമി. അത് ഏക്കറുകളുണ്ട്, സെന്റുകളുണ്ട്. അപ്പോൾ വിവിധ ഇടങ്ങളിലായി 25 സംസ്ഥാനങ്ങളിലായി കിടക്കുന്നു. അതിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടതുമാണ്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ ഗ്രാമത്തിൽ ഒരു കർഷകൻ അയാളുടെ മകളുടെ കല്യാണത്തിന്, വിവാഹം നടത്തുന്നതിന് വേണ്ടി ഒരു ലോൺ എടുത്തു. അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള പണം സമാഹരിക്കുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലം, അയാളുടെ ഭൂമി, അയാൾക്ക് പാരമ്പര്യമായി കൈമാറി വന്ന ഭൂമി, അയാളുടെ തറവാട്ട് സ്വത്തം തന്നെ നമുക്ക് പറയാം, ആ കർഷകന്റെ ഭൂമി അയാൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിൽ അയാളുടേതടക്കം ഈ തിരുച്ചെന്തുറയിലെ മുഴുവൻ സ്ഥലങ്ങളിലും വഖഫ് ബോർഡിന് വഖഫായി കൊടുത്തിരിക്കുന്ന സ്ഥലമാണെന്ന് അയാൾ തിരിച്ചറിയുന്നത്. പക്ഷേ രേഖകൾ എവിടെയാണ്? വഖഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സ്ഥലമായി മാറുകയാണ്. അതൊക്കെ എന്ത് അന്യായമാണ്! കാലാകാലങ്ങളായി താമസിച്ചു വന്ന ഒരാൾക്ക് സ്വന്തം മോളുടെ കല്യാണം നടന്നപ്പോൾ ആ കല്യാണത്തിന്റെ ചെലവിനുള്ള പണം തിരിച്ചടയ്ക്കുന്നതിന് അല്ലെങ്കിൽ കടം വീട്ടുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലം വിൽക്കാൻ നോക്കുമ്പോഴാണ് അത് വഖഫ് ഭൂമിയാണെന്ന് അയാൾ അറിയുന്നത്. രണ്ടാമത്തേത് ബീഹാറിലെ ഗോവിന്ദപൂരിൽ സുന്നി വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചത് 7 കുടുംബങ്ങളുടെ പാരമ്പര്യ സ്വത്തിലാണ് അല്ലെങ്കിൽ തറവാട്ട് സ്വത്തിലാണ്. അവർ അതിനുശേഷം പാറ്റ്ന ഹൈക്കോടതി വരെ ഇപ്പോൾ ആ കേസ് എത്തിയിരിക്കുകയാണ്. സബ് ജുഡീസ് ആണ്, അതവിടെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ബീഹാറിലെ കാര്യം. മുനമ്പത്തിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് KCBCയും അതുപോലെ തന്നെ കത്തോലിക്ക സഭയും ഒക്കെ ഈ മുനമ്പത്തെ വിഷയത്തിൽ ഇത്രത്തോളം MP-മാരോട് നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കണം, അല്ലാതെ എന്ത് പരിഹാരമാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാൻ പോകുന്നത്? ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ. ജുഡീഷ്യൽ കമ്മീഷന്റെ കാര്യം എന്തായി? സംസ്ഥാന സർക്കാർ വെച്ച ജുഡീഷ്യൽ കമ്മീഷന് സാധുതയില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇനി സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള മാർഗം എന്താണ്? ഈ ഒരു ഭേദഗതി നിയമമായി വന്നു കഴിയുമ്പോൾ മുനമ്പത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ്. പാർലമെന്റിലാണ് പറയുന്നത്. അത്രത്തോളം ആധികാരികമായിട്ടാണ് അവരത് പറയുന്നത്. അല്ലാത്ത പക്ഷം മുനമ്പത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തതാണ് ഈ ബിൽ എന്ന് സമർത്ഥിക്കാൻ
കഴിയണം. എന്തായാലും സംസാരിച്ച KC വേണുഗോപാൽ അടക്കം ഒരാൾക്ക് പോലും മുനമ്പത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല ഈ ബിൽ എന്നതുകൊണ്ട് സമർത്ഥിക്കുന്നതായി കണ്ടില്ല. എന്തായാലും ഈ പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നതിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് വിശ്വാസമുണ്ട്, KCBCക്ക് വിശ്വാസമുണ്ട്. ഇനി അത് നടപ്പായില്ല എന്നുണ്ടെങ്കിൽ, മുനമ്പത്ത് നടപ്പായില്ല എന്നുണ്ടെങ്കിൽ വാഗ്ദാന ലംഘനമാണ് കാണിച്ചത് കേന്ദ്ര സർക്കാരും BJPയും എന്ന് ഞാൻ തന്നെ ഈ ഫ്ലോറിൽ വന്നിരുന്ന് പറയാൻ തയ്യാറാണ്. പക്ഷേ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ഈ ബില്ലിന്റെ ആമുഖമായി തന്നെ കിരൺ റിജിജു പറഞ്ഞതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നതാണ് എന്റെ ടേക്ക്. ഇനി കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർണാടകയിൽ വിജയപുരയിൽ 15,000 ഏക്കറാണ് വഖഫ് ഭൂമി എന്ന് പറഞ്ഞത്. അതിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയത് കർഷക പ്രക്ഷോഭങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുമ്പോൾ അതിനെ വലിയ രീതിയിൽ നമ്മൾ വാർത്തയാക്കാറുണ്ട്. ഇവിടെ വിജയപുരയിൽ 15,000 ഏക്കറാണ് ചൂണ്ടിക്കാട്ടി ഇത് വഖഫ് ഭൂമിയാണ്, ഇനി നിങ്ങൾക്ക് ഇവിടെ കൃഷി ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ കർഷകർ അവിടെ പ്രതിഷേധവുമായി എത്തി. പിന്നീട് സർക്കാരിന് അതിൽ ഇടപെടേണ്ടി വന്നു. വിജയപുരം മാത്രമല്ല, ബെല്ലാരിയിലും ചിത്രദുർഗയിലും യാദ്ഗിറിലും ധാർവാഡിലും ഒക്കെ തർക്കമുണ്ടായി. അതിനുശേഷം സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പ്, നിങ്ങളെ ഇവിടെ നിന്ന്, നിങ്ങൾ കൃഷി ഇറക്കിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരില്ല എന്ന ഒരു ഉറപ്പിന്റെ പേരിലാണ് ആ പ്രശ്നം ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്നത്. അടുത്തത് ഉത്തർപ്രദേശിലാണ് ഈ അഴിമതി ആരോപണങ്ങൾ. അത് അവിടുത്തെ സ്റ്റേറ്റ് വഖഫ് ബോർഡിനെതിരെയാണ് മിസ്മാനേജ്മെന്റ് നടന്നിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വന്നത്. അവിടെയും ഇക്കാര്യത്തിൽ പരാതികൾ ഉയർന്നതാണ്, ഈ കേസുകളിലേക്ക് പോയതാണ്. അപ്പോൾ ഉത്തർപ്രദേശിലും അങ്ങനെ ഒരു സംഭവം. ഞാൻ 3-4 എക്സാമ്പിൾസ് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ട്രാൻസ്പെറൻസി വേണം. വഖഫിന്റെ പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ ഒരു ട്രാൻസ്പെറൻസി വേണം. അല്ലാതെ വഖഫ് നൽകുന്നതിനോ അല്ലെങ്കിൽ വഖഫ് ആയി സ്വത്തുക്കൾ ദാനം ചെയ്യുന്നതിനോ ഒന്നും ഈ ബില്ല് എതിരല്ല. അങ്ങനെ എതിരാണ് എന്ന് സമർത്ഥിക്കുന്നത് തെറ്റാണ്. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു ബില്ലാണ്. അവർ അള്ളാഹുവിനായി ദാനമായി കൊടുക്കുന്ന വഖഫ് ഭൂമി മറ്റു തരത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് മാത്രമാണ് ഈ ഭേദഗതിയിലും ഉണ്ടായിരിക്കുന്നത്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ പലയിടങ്ങളിലും വഖഫായി കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ അവസ്ഥ എന്താണ്? കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ മദ്രസകളൊക്കെ ഉയരട്ടെ, മദ്രസകളും സ്കൂളുകളും അതുപോലെ തന്നെ ട്രെയിനിങ് സെന്റേഴ്സും ഒക്കെ ഉയരട്ടെ എന്നുള്ളതാണ് ഇതിൽ വെച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ. ഇതിൽ ആരാധനാലയ നിയന്ത്രണമാണ് എന്ന രീതിയിലുള്ള ഒരു, അല്ലെങ്കിൽ ആരാധനാലയങ്ങളെല്ലാം പിടിച്ചെടുക്കാനാണ്, ശിവലിംഗം തേട, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അതിനായിട്ടൊന്നുമുള്ള ഒരു ബില്ലല്ല ഇത് ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള ഒരു ബില്ലല്ല, ആരാധനാലയങ്ങളുടെ നിയന്ത്രണത്തിനായിട്ടുള്ള ബില്ലല്ല. ഇത് വഖഫ് സ്വത്തുക്കളുടെ പരിപാലനത്തിനായിട്ടുള്ള പ്രോപ്പർ ഓഡിറ്റിംഗ് അടക്കം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ട്രാൻസാക്ഷൻസ് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ചെയ്യുന്നത് എന്താണ്? അഖിലേന്ത്യാ മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെ പ്രസിഡന്റ് മൗലാന ഖാലിദ് സൈഫുല്ല റഹ്മാനി പറഞ്ഞതാണ് അവർക്ക് വേദവാക്യം. കേരളത്തിലെ കത്തോലിക്ക സഭ പറയുന്നതിനെ അവർ തള്ളിക്കളയും, KCBC പറയുന്നതിനെ അവർ തള്ളിക്കളയും, മുനമ്പത്തെ മനുഷ്യർ 172 ദിവസമായി ഇരുന്ന് കരഞ്ഞ് തളർന്ന് പറയുന്നതിനെ അവർ തള്ളിക്കളയും. അവർക്ക് വലുതാരാണ്? അഖിലേന്ത്യാ മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെ പ്രസിഡന്റ് മൗലാന ഖാലിദ് സൈഫുല്ല റഹ്മാനിയുടെ ആഹ്വാനമാണ്. നിങ്ങൾ ഈ ബില്ലിനെതിരെ സംസാരിക്കണം, ഈ ബില്ലിനെ നിങ്ങൾ എതിർക്കണം എന്നുള്ള ആ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം, KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ എംപിമാരും നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനത, മുനമ്പത്തെ ജനത, കത്തോലിക്ക വിശ്വാസികൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ വഖഫിന്റെ ഇൻകം ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്ര ടെൻഷൻ? കാരണം വഖഫായി നൽകിയതല്ലേ, അത് കൃത്യമായി അള്ളാഹുവിന് ദാനമായി നൽകിയ പ്രോപ്പർട്ടി അത് കൃത്യമായി വിനിയോഗിക്കപ്പെടട്ടെ. അവിടെയാണ് വലിയ രീതിയിൽ അതിനെ എതിർക്കാനായി നോക്കുന്നത്. കർണാടക പറയുന്നത് 40 വഖഫ് പ്രോപ്പർട്ടീസ്, അതായത് സർക്കാരിൻ്റെതായിട്ടുള്ള ഗ്രേവ് യാർഡ്സ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മുസ്ലിം ആരാധനാലയങ്ങൾ മാത്രമല്ല, സർക്കാരിൻ്റെ ഭൂമിക്കൊപ്പം തന്നെ ക്ഷേത്രങ്ങളടക്കം, കർണാടകയുടെ കണക്കാണ്, കർണാടക കൊടുത്തിരിക്കുന്ന കണക്കാണ്, കർണാടക സർക്കാരിൻ്റെ കണക്കാണ്. അതിൽ വഖഫ് പ്രോപ്പർട്ടിയായി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് 40 സ്ഥലങ്ങളാണ്. അതിൽ കൃഷിയിടങ്ങളുണ്ട്, പബ്ലിക് സ്പേസസ് ഉണ്ട്, ഗവൺമെന്റ് ലാൻഡ് ഉണ്ട്, ഗ്രേവ് യാർഡ് ഉണ്ട്, ലേക്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണക്കുകളാണ്. അപ്പോൾ അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അതായത് ഈ ബില്ലെന്ന് പറയുന്നത് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ക്രിസ്ത്യാനികളിലേക്ക് ആദ്യം വരും, അത് കഴിഞ്ഞ് അങ്ങനെ വരും, ഇങ്ങനെ വരും. അതൊന്നുമല്ല. ഈ ബില്ലിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നത് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ക്രൈസ്തവ സഭ ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് എംപിമാർ പിന്തുണച്ചില്ല? ഫ്രാൻസിസ് ജോർജിന്റെയൊക്കെ ടേക്ക് വേറെയായിരുന്നു, ജോസ് കെ മാണിയുടെ ടേക്ക് വേറെയായിരുന്നു. പക്ഷേ അവർക്ക് ഇന്നലെ യോഗം ചേർന്ന് കഴിയുമ്പോൾ ഇതിനൊപ്പം നിൽക്കേണ്ടി വന്നിരിക്കുകയാണ്. അത് തീർച്ചയായും അവർക്കൊരു തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കത്തോലിക്ക സഭയുടെ ഈ ദീപികയിൽ വന്ന മുഖപ്രസംഗത്തിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട്, പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ എന്നാണ് പറയുന്നത്. ആ പരീക്ഷയാണ് ഈ ബിൽ. ആ മതേതരത്വ പരീക്ഷയിൽ തോറ്റുപോകാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ള UDFന്റെ എംപിമാരാണ്. എന്തായാലും 1995 വഖഫ് നിയമത്തിലെ 40-ാം അനുച്ഛേദം അനുസരിച്ച് സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്നത് സ്വന്തമാക്കാം. ഇരകൾ സമീപിക്കേണ്ടത് കോടതിയൊന്നുമല്ല, കോടതിയിൽ പോകാനൊന്നും പറ്റില്ല, വഖഫ് ട്രൈബ്യൂണലിൽ പോകാൻ കോടതി പറയും, വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ കോടതി പറയും. അപ്പോൾ വൈപ്പിൻ ദ്വീപിലെ ഈ 404 ഏക്കർ ഈ ആസ്തി വിവരത്തിലേക്ക് വന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ വോട്ട് എല്ലാ കാലവും കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുന്നത്. അപ്പോൾ അതിന് പകരം പ്രീണനം നടത്തുന്നത് എങ്ങനെയാണ്? മുസ്ലിം വ്യക്തി
നിയമ ബോർഡിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും നിലപാടിനൊപ്പം നിന്നുകൊണ്ട് ഈ തായം കളിക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, ഞാൻ തുടങ്ങുന്നത് സുജയ പറഞ്ഞതിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഖണ്ഡിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഖണ്ഡിച്ചുകൊണ്ട് താങ്കൾക്ക് സുജയ പറഞ്ഞതിന് മാത്രമേ ദിവസവും ഖണ്ഡിക്കാനുള്ളൂ. എനിക്കിവർ പറഞ്ഞതിനോട് വിയോജിപ്പില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പേരും പറയുന്നത് ഒന്നാണ്. തീർച്ചയായിട്ടും ഒരേ കാര്യത്തിൽ, ഭരണഘടനയുടെ കാര്യത്തിൽ, നീതിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നാണ്. എന്താ സംശയം? അതിനകത്ത് ആർക്കാ സംശയം? ഓരോ ദിവസത്തെയും നിലപാടിന്റെ കാര്യത്തിൽ 3 പേരും ഒന്നാണ്. ഓരോ ദിവസം ഞാൻ ഉണ്ണി ബാലകൃഷ്ണനുമായും സ്മൃതിയുമായും, അതായത് അവർ പറയുന്നതിലെ മിസ്റ്റേക്ക് ഒന്നും ഇതുപോലെ തീർച്ചയായിട്ടും അത് മിസ്റ്റേക്ക് വരുന്ന ഘട്ടത്തിൽ ഖണ്ഡിക്കാം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോരെ. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു വഖഫിന്റെ ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചാൽ അത് വഖഫ് ഭൂമിയാവുന്ന. അദ്ദേഹം പറഞ്ഞല്ലോ, ചൂണ്ടിക്കാണിച്ചാൽ പറ്റത്തില്ല. വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ കസ്റ്റമറി പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുൻപ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് സുജയ എടുത്ത് പറയണം. സുജയ പറഞ്ഞല്ലോ, ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് മദ്രസകൾ ഉയരട്ടെ, ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കട്ടെ എന്ന് സുജയ പറയുന്നുണ്ടല്ലോ. ഇന്ന് BJPയുടെ നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ഈ വഖഫ് സ്വത്തുക്കൾ സച്ചാർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ പോലെ ഇത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഈ സർക്കാർ 2025 ബഡ്ജറ്റിൽ വരുത്തിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ കട്ടെത്രയാണെന്നറിയാമോ? ഞാനൊന്ന് വായിച്ചു തരാം. ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് കട്ട് ചെയ്തത്, ആരുടെ സ്കോളർഷിപ്പുകളാണ് കട്ട് ചെയ്തത് എന്നുള്ളത് പ്രേക്ഷകർ അറിയണം. അതായത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വഖഫിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വഖഫിൻ്റെ ഈ ബില്ലിൽ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതെന്ന് പറയുന്ന BJP സർക്കാർ കഴിഞ്ഞ 2024-25 അപേക്ഷിച്ച് 25-26 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന കട്ടെത്രയാണെന്ന് ഞാൻ പറയാം. 99%. 99%. ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ്? ഒന്ന്, നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീം, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്, മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ്, ദ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റി സ്റ്റുഡൻസ്, സ്കീം ഓഫ് ഇൻട്രസ്റ്റ് സബ്സിഡി ഓൺ എഡ്യൂക്കേഷണൽ ലോൺ ആൻഡ് എഡ്യൂക്കേഷണൽ സ്കീം ഫോർ മദ്രസാസ് ആൻഡ് മൈനോറിറ്റീസ്. 99.99% കട്ടാണ്. ഞാൻ പറയാം, 240 കോടിയായിരുന്നു 2024-ലെങ്കിൽ ഇപ്പോൾ അത് എത്രയാണെന്നറിയാമോ? 0.02 crore ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സർക്കാർ, ഇവർ പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ അങ്ങോട്ട് പഠിപ്പിച്ച് സംവരണം കൊടുത്ത് അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നിലപാടാണ് വഖഫ് ബില്ലിൽ കണ്ടത് എന്ന് പറയുന്നത് അത്യന്തം വ്യാജമായ ആരോപണമാണ്. അത് വാസ്തവ വിരുദ്ധമാണ്. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ ഒരു ഒറ്റമൂലിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഏതാണ്? മുനമ്പം വിഷയത്തിന് ഒരു ഒറ്റമൂലിയായിട്ട് കൊണ്ടുവന്നതാണ് ഈ ബില്ല് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബില്ല് പാസ്സാക്കപ്പെട്ടാൽ മുനമ്പം വിഷയം പരിഹരിക്കുമെന്നാണല്ലോ സുജയ പറയുന്നത്. സുജയ, എനിക്കൊരു ഒറ്റ ചോദ്യമുണ്ട്. ഈ ഇബ്രാഹിം സേട്ട് ഈ ഫറൂഖ് കോളേജിന് 1950 ഈ പ്രോപ്പർട്ടി കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു വ്യവസ്ഥ വെച്ചിരുന്നല്ലോ. എന്തായിരുന്നു ആ വ്യവസ്ഥ? അതായത് തൻ്റെ അനന്തരാവകാശികൾ ആരെങ്കിലും ഇത് കൃത്യമായി അവരുടെ ഫറൂഖ് കോളേജിന് അവരവരുടെ കാര്യങ്ങളിൽ ഈ വിദ്യാഭ്യാസ അവകാശത്തിന് മതപരമായ അവകാശങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പ്രോപ്പർട്ടി ആരുടെയാവും? അതിനുശേഷം ഇത് വഖഫ് പ്രോപ്പർട്ടിയായി ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞത് പ്രോപ്പർട്ടിയായി. താങ്കൾ ഇങ്ങനെ ആജ്ഞാപിക്കല്ലേ? താങ്കൾ കുറച്ചുകൂടി ഒരു മര്യാദയും. ഞാൻ എന്റെ ഊഴത്തിലാണ്. അതായത് 3 പേർക്ക് മറുപടി പറയാനുള്ള 3 പേരുടെയും കാര്യങ്ങളാണല്ലോ താങ്കൾ പറയുന്നത്. കാരണം വേറെ ആർക്കും കൗണ്ടർ ഇല്ല, വേറെ ആരെയും താങ്കൾക്ക് കൗണ്ടർ ചെയ്യാനില്ല. അവര് ബേസ്ലെസ് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും താങ്കൾ ഇടപെടില്ല. മോഡറേറ്റർ നിങ്ങൾ ഇടപെടില്ല. അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ ഒരു ബേസിക് കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസത്തെ എനിക്ക് പറഞ്ഞു തീർക്കാനുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. സുജയ വസ്തുതകളിലെ അപ്പൊ പൂർത്തിയാക്കി താങ്കൾക്ക് വഴങ്ങാം. അതായത് ഇബ്രാഹിം സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്ന ഈ വഖഫ് ആധാരം എന്ന് എഴുതിയിരിക്കുന്നതിൽ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ആ കണ്ടീഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇതിനി വഖഫ് ഭൂമി അല്ലാതായി മാറിയാൽ ഇബ്രാഹിം സേട്ടിന്റെ ക്ലെയിം അവിടെ നിലനിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം സേട്ടിൻ്റെ അവകാശികൾ വന്നാൽ ഈ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? ഇതെങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത്? നമ്പർ 1. നമ്പർ 2, ഇത് ഒറ്റമൂലിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചരണം നടക്കുകയാണ്. മുനമ്പത്തെ വിഷയം അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. 100%. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒറ്റമൂലിയാണ്. മുനമ്പം. ലെറ്റ് ഇറ്റ് ബി ഓൺ റെക്കോർഡ്. അതായത് മുനമ്പത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ ഡോക്ടർ അരുൺ ഇത് തന്നെ പറയണം. നോക്കൂ, പ്രശ്നപരിഹാരം ഉണ്ടാകുമ്പോഴുള്ള അടുത്ത കോംപ്ലിക്കേഷനെ കുറിച്ചാണ്. കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. മുനമ്പത്തെ ഭൂമി ആ പാവപ്പെട്ട മനുഷ്യർക്ക് കൃത്യമായി കിട്ടിയിരിക്കും. അത് ഉറപ്പിക്കാൻ കഴിയാതെ അത് സംസ്ഥാന
സർക്കാരിന് ഒന്നുമല്ല. മാത്രമേ ചെയ്യാൻ കഴിയൂ. റവന്യൂ റെക്കോർഡ് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? സംസ്ഥാന സർക്കാർ എന്ത് നികുതി ചെയ്തു? അടയ്ക്കാൻ വേണ്ടി അവിടെ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കോടതി ഉത്തരവിന് വിധേയമായിട്ടേ അത് ചെയ്യാൻ കഴിയൂ. കാരണം എന്താ, വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നിൽക്കുകയാണ്. ഇടപെടല്ലേ, കള്ളം പറഞ്ഞ് ഒറ്റയടിക്ക് പോവല്ലേ? വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രയോഗം പ്രോസ്പെക്റ്റീവായിട്ട് നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കോടതി വിധിക്ക് അനുകൂലമായിട്ട് മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. കോടതി വിധി ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് ശരിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്നത് ഇനി ഈ വന്നിരിക്കുന്ന പ്രോസ്പെക്റ്റീവായിട്ട് മാത്രമേ നടപ്പാക്കാൻ സാധിക്കൂ. അപ്പോൾ എങ്ങനെ മുൻപ് ഒറ്റമൂലിയാവുന്നത്? റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടോ യൂസർ ബൈ ക്ലോസിനെ എടുത്ത് കളയുമ്പോൾ? അതെ, ഡോക്ടർ അരുൺ പറയുന്നതാണ് ശരി. പാർലമെന്റും കേന്ദ്രമന്ത്രിയും ലീഗൽ ചോദ്യം ചോദിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനതാണ് പറഞ്ഞത്. പാർലമെന്റിൽ ഇക്കാര്യങ്ങളെല്ലാം JPC വിദ്യാർത്ഥികളോടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്നേഹമാണെന്ന വാദം തെറ്റ്. നമ്പർ 2, ഇതെല്ലാം മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ പറയുന്ന അതേ ടേക്ക് താങ്കൾ ആവർത്തിക്കുകയാണ്. that's not proper. മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെ ടേക്കാണിത്. എന്റെ ടേക്കാണിത്. ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞാൻ ഈ ബില്ലിൽ അനുകൂലിക്കുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷേ സുജിയ ഇവിടെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ കോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പാർലമെന്റിനെയാണ്. താങ്കൾ കോട്ട് ചെയ്യുന്നത് BJP അല്ല. ബില്ല് കൊണ്ടുവന്നറിയാമോ സുജിയ? ഞാൻ പറയാം. ഇന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് 1000 പേരെ കാണാനില്ല. എവിടെ കാണാനില്ലാത്തത്? ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ 1000 പേരുടെ ലിസ്റ്റ് എവിടെ? കുടുംബാംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു ഉത്തരത്തിന് പകരം ഇതാ വഖഫ് ബിൽ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു. ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്ക് കാണാതായ മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലായത്. ആദ്യം ആ ബില്ല് കൊണ്ടുപോവാ. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറുമ്പോൾ ആ പ്രദേശങ്ങൾ എത്ര ഇതൊക്കെ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളാ സുജിയ. ഇനി 44 ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ. എത്ര അംഗീകരിച്ചു? JPC-യിൽ ജഗദംബിക പാൽ പറയൂ. 44 ഭേദഗതികൾ. ആകെ എത്ര ഭേദഗതികൾ അംഗീകരിച്ചത്? 14 ഭേദഗതികൾ. 14 ഭേദഗതികളും കൊണ്ടുവന്നത് ആരാ സുജയ? ഭരണപക്ഷം. പ്രതിപക്ഷം കൊണ്ടുവന്ന 44-ൽ ഒരെണ്ണം അംഗീകരിച്ചു സുജയ. ഈസ് ഇറ്റ് എ ഡെമോക്രാറ്റിക് വേ? ഇത് ജനാധിപത്യ രീതിയാണോ? വോട്ടിലിട്ടാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. ഇനി ഞാൻ എന്റെ നിലപാടിലേക്ക് വരാം. അപ്പോൾ 3 കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ്. 1, ഇത് ഒറ്റമൂലിയല്ല. 2, ന്യൂനപക്ഷ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടല്ല. 3 എന്നുള്ളത് ഇത് യഥാർത്ഥ വിഷയങ്ങളെ മറികടക്കാൻ വേണ്ടിയും വർഗീയ രാഷ്ട്രീയത്തിന്റെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ രഥയാത്രയ്ക്ക് പകരം നിയമം പാസ്സാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുന്ന ലെജിറ്റിമൈസ് ചെയ്യുന്ന ഈ ന്യൂനപക്ഷ വസ്തുക്കളിന്മേൽ ന്യൂനപക്ഷ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ്. ഇനി ഒരു പള്ളിയും പൊളിക്കാൻ നിങ്ങൾക്ക് ഒരു രഥയാത്രയും നടത്തേണ്ടതില്ല. നിങ്ങൾക്കിനി ഒരു മസ്ജിദിന്റെയും ക്ലെയിം ഉന്നയിക്കാൻ ശിവലിംഗം തപ്പി പോകേണ്ടതില്ല. നിങ്ങൾ പറയുന്ന ഒരു കളക്ടർ, ഒരു ഡെപ്യൂട്ടി കളക്ടർ ആ സ്ഥലത്തുണ്ടെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം ഇത് പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അത്രമേൽ ദുർബലമാക്കിയിരിക്കുന്നു വഖഫിന്റെ ട്രിബ്യൂണലിനെ. ആ ട്രിബ്യൂണൽ അഴിച്ചു പണിതിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ എൻ്റെ വാദത്തിലേക്ക് വന്നാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി കൂടുന്ന സമയത്ത് ഡിസംബർ 6-ാം തീയതി 1949 രാജേന്ദ്ര പ്രസാദ് ഒഴിഞ്ഞുകിടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളെ നോക്കിയിട്ട്, അവിടെ ആ കസേരകളെ നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികത എന്ന് പറയുന്നത് ആ വാക്കുകളിലുണ്ട് എന്നാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? അവർ മൈനോറിറ്റിയാണ്, അവർ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് പക്ഷേ അവരുടെ അസാന്നിധ്യം നമുക്കൊരു വലിയ ഉത്തരവാദിത്വമായി മാറുന്നു. എന്താണ്? അവരുടെ അസാന്നിധ്യത്തിലും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമായി മാറുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ വാക്കുകൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ നിർവചിക്കുന്നത്? മൈനോറിറ്റിയുടെ അവകാശങ്ങൾ ഒരു ഭൂരിപക്ഷം സംരക്ഷിക്കുന്ന ഘട്ടത്തിലാണത് ജനാധിപത്യം സുന്ദരമായി തീരുന്നത് എന്നുള്ളതാണ്. ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ലംഘിക്കുന്നു. ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ഈ വഖഫ് ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രൊവിഷൻസ്, അതിൻ്റെ ഭേദഗതികൾ ലംഘിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ആദ്യത്തെ ടേക്ക് എവിടെ വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും മനോഹരമായൊരു ഭാഗമാണ് ആർട്ടിക്കിൾ 14. എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് പറഞ്ഞാൽ എന്താ സുജയ? നേരത്തെ പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഒരു ദേവസ്വം ബോർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകളെല്ലാം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നിയമസഭകളാണ്. ആ നിയമസഭയിലെ അംഗമാണ്.
നിയമസഭയിലെ ഏതംഗമാണ് തിരഞ്ഞെടുക്കുന്നത്? ഹിന്ദു അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ അഹിന്ദുക്കളായിട്ടുള്ള MLA-മാർക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് മെമ്പറെ തീരുമാനിക്കാനുള്ള ഒരു വോട്ടിടാനുള്ള അവകാശം കൊടുക്കാത്തത്? അത് മതപരമായിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ അവകാശമാണ്. അത് ഹിന്ദു വിഭാഗം അവരുടെ അവകാശമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികം ആർട്ടിക്കിൾ 25-ൻ്റെയും 26-ൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ വികാരം വ്രണപ്പെടാതിരിക്കാൻ അവരുടെ മതപരമായിട്ടുള്ള മൗലികാവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പ്രൊവിഷനാണ്. ശരി, ഞാനതിനെ അംഗീകരിക്കുന്നയാളാണ്. കാരണം അത് ആ വിശ്വാസികളെ സംബന്ധിച്ചൊരു അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ അവിടെ ഹിന്ദു അല്ലെങ്കിൽ പകരം മറ്റൊരാളെ തീരുമാനിക്കാമെന്ന് 1988 ആക്ട് പറയുന്നു. അതും ഞാൻ അംഗീകരിക്കുന്നതാണ്. കാര്യം അത് ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം പ്രോപ്പർട്ടി, ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രം അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് അഭികാമ്യമായിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? വേണ്ടി വന്നാൽ 4 മുസ്ലിങ്ങളെ വരെ ഈ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും ഉൾപ്പെടുത്താൻ സാധിക്കും. എങ്ങനെ? 2 നോൺ മുസ്ലിങ്ങൾ നിർബന്ധമായി ഉണ്ടാവണം. കൂടാതെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വേണമെങ്കിൽ ഒരു നോൺ മുസ്ലിമിനെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ മൈനോറിറ്റി അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിക്കോ അതിൻ്റെ ചുമതല വഹിക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറിക്കോ മുസ്ലിം അല്ലെങ്കിൽ കൂടി വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും നിങ്ങൾക്ക് എത്താൻ സാധിക്കും. എന്തേ ദേവസ്വം ബോർഡിലില്ലാത്തൊരു കാര്യം വഖഫ് കൗൺസിൽ മാത്രം ബാധകമാകുന്നു? എന്തേ വഖഫ് ബോർഡിൽ മാത്രം കാരണമാകുന്നു? അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു നിയമവും മറുവിഭാഗം ആളുകൾക്ക് മറ്റേ നിയമവും എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ദി ലോയുടെയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോയുടെയും പരസ്യമായ ലംഘനമാണ് എന്നുള്ളതാണ് എൻ്റെ ഇതിലെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ വഖഫ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സർവേ കമ്മീഷനുടെ അധികാരം എടുത്തു കളഞ്ഞ് കളക്ടറിലേക്കും ആ കളക്ടറുടെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറുടെ മാത്രം തീരുമാനമായി മാറുകയും ചെയ്യുമ്പോൾ ഭരണകൂടത്തിൻ്റെ ആജ്ഞ ശിരസാവഹിക്കുന്ന സംവിധാനമായിട്ട് അത് മാറുമെന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് 1963 ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞിരിക്കുന്നത്. എന്താ അതിൻ്റെ കാര്യം? 12 വർഷം ഒരു കാലാവധി കൊടുത്തിരിക്കുന്നു. ആ 12 വർഷം വഖഫ് ബോർഡിന് ക്ലെയിം ഇല്ലെങ്കിൽ അഥവാ വഖഫ് ബോർഡിൻ്റെ ക്ലെയിം സെറ്റിലായില്ലെങ്കിൽ അതിൽ എൻക്രോച്ച് ചെയ്തയാളിന് ആ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ലിമിറ്റേഷൻ ആക്ട്. അത് ഗവൺമെന്റിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനല്ല, ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രോപ്പർട്ടികൾ എങ്ങനെയാണ് സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുക, എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന് അനുകൂലമായിട്ടൊരു വിധിയായിട്ടത് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി 4ാമത്തെ പ്രധാനപ്പെട്ട ഭാഗം, ഇതിന് പിന്നിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ ഇളക്കി വിടുന്നതിന് പിന്നിലെ അതിക്രൂരമായ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ലാഞ്ചനയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇത് സമൂഹത്തെ പോളറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബില്ലിനുള്ളിൽ തന്നെ ഒരു വ്യവസ്ഥയുണ്ട് കേട്ടോ. ഈ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെ അഗാഖാനി, ബോറ, ഷിയ, സുന്നി ഇങ്ങനെ പല വിഭാഗങ്ങൾക്കായിട്ട് പല ബോർഡുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ശരി, അത് അവരുടെ ആവശ്യപ്രകാരമാണെന്ന് പറയാം. ഇതാ വിഭാഗങ്ങളുടെ ക്ലെയിമിനെ ഇല്ലാതാക്കും. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ബില്ലിൽ ഞാൻ അംഗീകരിക്കുന്ന ഒരു പ്രൊവിഷനുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? സ്ത്രീകളുടെ സാന്നിധ്യം അതിൽ വരണം. മതപണ്ഡിതന്മാർ പറയുന്നു അത് പാടില്ല, അത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗം. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ശബരിമലയുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ മൗലിക അവകാശമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും അവരുടെ സാന്നിധ്യവും അവരുടെ അംഗീകാരവും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് എനിക്ക് ആ പ്രൊവിഷനോട് ഒരു വിയോജിപ്പുമില്ല. അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് മാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് മാൽ പ്രാക്ടീസ് വരണം. മാത്രമല്ല ഇനിയൊരു കാര്യം കൂടി പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ കേസുകൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ് ഏതാ? ഹൈക്കോടതി സുജയ, ഉത്തർപ്രദേശ്. എന്താ വഖഫ് ബോർഡിലേക്ക് ആരാ തീരുമാനിക്കുന്നത്? ആരെയാ തീരുമാനിക്കുന്നത്? വഖഫ് ബോർഡിൽ അംഗങ്ങളെ തീരുമാനിക്കുന്നത് സർക്കാരാണ്. ആ വഖഫ് ബോർഡിലെ സർക്കാരാണല്ലോ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷമുള്ള സർക്കാരല്ലേ തീരുമാനിക്കുക. അപ്പോൾ വഖഫ് ബോർഡിൽ ഉത്തർപ്രദേശിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇനി വേറെ തേടിപ്പോവേണ്ടതുണ്ടോ? സോ ദാറ്റ് ഈസ് മൈ ഫൈനൽ ടേക്ക്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന തിടുക്കം, ജഗദംബിക പാലിൻ്റെ നേതൃത്വത്തിലുള്ള ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തിടുക്കപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ഡിവിസീവായിട്ടുള്ള അജണ്ടയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു പാർലമെൻറ്റിനെയും നിയമത്തെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ മറികടക്കാനും അട്ടിമറിക്കാനുമുള്ള ഒരു ശ്രമമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഒരു രഥയാത്രയുടെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഏത് അവകാശവും ന്യൂനപക്ഷാവകാശവും കവർന്നെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് രാജേന്ദ്ര പ്രസാദിൻ്റെ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ ചിന്തയെക്കുറിച്ച് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്ന നമ്മൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ ബില്ല് എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയാനുള്ള ഒരു ഭാഗം കൂടി ഞാൻ പറയാം. അതായത് ഈ പുതിയ ഭേദഗതി പ്രകാരം ആർക്കാണ് വഖഫ് ചെയ്യാൻ സാധിക്കുക? മുസ്ലിമായി 5 വർഷം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ വഖഫായി പ്രഖ്യാപിക്കാൻ, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വഖഫായി പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ. ആരാണിത് സർട്ടിഫൈ ചെയ്യുക? ഒരാൾ ഒരു മുസ്ലിം ആണോ അല്ലയോ എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആര് സർട്ടിഫൈ ചെയ്യും? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച്, സബ്ജക്റ്റ് ടു കറക്ഷൻ,
ഒരു മുസ്ലിമായി മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവർ ഏതെങ്കിലും ആചാരക്രമം അനുഷ്ഠിച്ചുകൊണ്ടല്ല. അവരുടെ വിശ്വാസമാണ് ഒരാളെ മുസ്ലിമാക്കി മാറ്റുന്നത്. നമ്മൾ സാധാരണ കലിമ ചൊല്ലുക എന്ന് പറയും. കലിമ ചൊല്ലുന്നതോടു കൂടിയാണ് ഒരാൾ മുസ്ലിമായി ആത്യന്തികമായി മാറുന്നത്. ആരാധനയും ബാക്കിയുള്ള ആചാരക്രമങ്ങളുമെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ. ശരി, നിസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നിസ്കരിക്കാത്ത ഒരാളാണെന്ന് കരുതുക, പക്ഷേ അയാൾ കലിമ ചൊല്ലിയിട്ടെന്ന് കരുതുക. 5 വർഷത്തെ വിശ്വാസം അദ്ദേഹത്തിന് അള്ളാഹിലുണ്ടെന്ന് കരുതുക. മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ? ഇത് ഈ നിശബ്ദതയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ ഒരു വിശ്വാസി മുസ്ലിം വിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം മതപണ്ഡിതർക്ക് അവകാശമില്ലാത്തൊരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നഗ്നമായ ലംഘനമാണ്. അത് മാത്രമല്ലോ, അതിന്റെ അധികാരം സ്റ്റേറ്റിൽ വരുന്നു. എക്സാക്ട്ലി. അധികാരി ഒരു മതത്തിൽ ആര് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു സ്റ്റേറ്റ് ആണെന്ന് വരുന്നത് ആശാസ്യമായ ഒരു കാര്യമാണ് ഒരു മതേതര രാജ്യത്ത്. റിലിജിയൻ കൃത്യമായി ബർത്ത് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇല്ലെങ്കിലോ എത്രയോ ആളുകൾ താങ്കളുടെ റിലിജിയൻ എങ്ങനെയാണ് താങ്കൾ രേഖപ്പെടുത്തുന്നത്? അല്ലല്ല, എന്റെ റിലിജിയൻ രേഖപ്പെടുത്തുന്ന അവിടെ നിൽക്കട്ടെ. ഞാൻ റിലിജിയൻ എന്റെ മകളുടെ റിലിജിയൻ രേഖപ്പെടുത്തുന്ന പോലില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇല്ല എന്റെ റിലിജിയൻ അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ തന്നെയുള്ള എത്രയോ ആളുകൾ അവരുടെ മക്കളുടെ റിലിജിയൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ആരെ കുറിച്ച് ചോദിക്കട്ടെ? ഞാനിപ്പോ എന്റെ റിലിജിയൻ എന്ന് പറയുന്നത് എന്റെ അച്ഛനെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ അതിന് ഉത്തരവാദിത്വം ഞാൻ മാത്രമല്ല ഉണ്ണി ബാലകൃഷ്ണൻ നാളെ മറ്റൊരു മതത്തിലേക്ക് പോകുന്നു. എക്സോ വൈ എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ പറഞ്ഞാക്കണ്ട, കൂടെ ചിരിച്ചുവാക്കണ്ട. ഉണ്ണി ബാലകൃഷ്ണൻ സാർ പറഞ്ഞല്ലോ, ഉണ്ണി ബാലകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ ഉണ്ണി ബാലകൃഷ്ണൻ സാറിന് ഇതേപോലെ തന്നെ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് സാറിന് വഖഫ് ചെയ്യാം. 5 കൊല്ലം വേണ്ട. 5 കൊല്ലം അതെങ്ങനെ ശരിയാവും? എതിർപ്പിന്റെ പ്രശ്നമല്ല. സുജയ പറയുന്നത്, സുജയുടെ ചോദ്യം വളരെ കൃത്യം ചോദ്യമാണ്, അതുകൊണ്ട് എന്നെ മറുപടി പറയാം. എന്റെ മതം തീരുമാനിക്കാനുള്ള അവകാശം, ഞാൻ ഏത് മതം പ്രാക്ടീസ് ചെയ്യണം, ഞാൻ ഏത് വിശ്വാസത്തെ പിന്തുടരണം എന്നത് അതെന്റെ റൈറ്റ് ആണ്. അത് രജിസ്റ്റർ ഒന്നും വേണ്ട. എന്ത് രജിസ്റ്റർ ഞാൻ പ്രഖ്യാപിക്കും എന്റെ മതം. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം കേട്ടോ. നിങ്ങൾക്ക് ഏത് മതത്തിലും അല്ലല്ല ഒന്നും വേണ്ട, പ്രഖ്യാപിച്ചാൽ മതി. ഞാൻ കാരണം എന്താ അറിയാം, ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് ആ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും അവിശ്വാസിയായിരിക്കാം, ഒരു സംശയവും വേണ്ട. അങ്ങനെയല്ലേ നിങ്ങളുടെ സാമാജികർ എങ്ങനെയാ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? നിങ്ങളുടെ സാമാജികർ ദൃഢനാമത്തിൽ സത്യപ്രതിജ്ഞാറുണ്ട്, നിങ്ങളുടെ സാമാജികർ ദൈവത്തിൽ സത്യപ്രതിജ്ഞാറുണ്ട്. അപ്പം ആ സാധ്യതകളൊക്കെ ഉള്ള, അതായത് നമ്മളുടെ നിയമനിർമ്മാണ സഭയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാൾക്ക് ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, അല്ലാതെയും സത്യപ്രതിജ്ഞ ചെയ്യാം. ആ രീതിയിലൊക്കെ മതേതരത്വത്തെയും മതവിശ്വാസം ഇല്ലാത്തവർക്കുമൊക്കെ ചേർത്തോട്ടെ. ഇത് ഞാൻ ചോദിക്കാൻ കാര്യം, ഉണ്ണി സാർ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് തന്നെയാണ് കേട്ടോ, അങ്ങ് മാറണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങ് ഇപ്പോൾ അങ്ങയുടെ വിശ്വാസം അതൊരു മുസ്ലിം വിശ്വാസത്തിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു. ആ ദിവസം തന്നെ അങ്ങേക്ക് വഖഫ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം ഈ ബില്ലിൽ എന്നതാണോ താങ്കൾ ചുരുക്കി പറഞ്ഞാൽ? കൂട്ടിച്ചേർത്ത് പറയാം, നാളെ മുസ്ലിം മതത്തിൽ നിന്നൊരാൾ ഹിന്ദു മത വിശ്വാസിയായി തീർന്നാൽ നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറാനും ഈ പറയുന്ന ശബരിമലയിൽ പോകാനും അയാൾക്ക് അവകാശമുണ്ട്. ശബരിമലയിൽ പോകാൻ അല്ലെങ്കിലും കഴിയുമല്ലോ. അത് മാത്രമല്ല, ഇനി വേറെ ഞാനൊരു കാര്യം പറയാം സുജയ. കേരളത്തിൽ വലിയ രീതിയിൽ കൺവേർഷൻ ഉണ്ടായി. എന്താ കൺവേർഷൻ ഉണ്ടായത്? വിവേകാനന്ദൻ വന്ന് കേരളത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കേരളം ഒരു ഭ്രാന്താലയാണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് എന്താ കേരളം ഭ്രാന്താലയാണെന്ന് പറയാൻ കാരണം? ഒന്നുമില്ല. ഇന്നലെ വരെ പുലയനായിരുന്ന ഒരാൾ ക്രിസ്ത്യാനി ആയാലുണ്ടല്ലോ, അവർക്ക് പൊതുവഴി നടക്കാം, കറക്റ്റ്, അവർക്ക് ക്ഷേത്രത്തിൽ കയറാം, അവർക്ക് പിന്നെ പൊതു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാം. എന്നാൽ പുലയനാണെങ്കിലോ പൊതുവഴി നടക്കാൻ പാടില്ല. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പുലയൻ ക്രിസ്ത്യാനിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. ഏതാ അത് ചരിത്രമല്ലേ? ഒരു പുലയൻ അല്ലെങ്കിൽ ഒരു പറയൻ, ഈ രാജ്യത്തെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. ഒരു പുലയനോ പറയനോ ക്രിസ്ത്യാൻ ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ പൗരാവകാശവും കിട്ടുന്നു, ഒറ്റ നിമിഷം കൊണ്ട് കിട്ടുന്നു. അതിനെയാണ് കേരളം ഭ്രാന്താലയാണ്, ഇതാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥ, ഇവർ പൊട്ടന്മാരാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം തരുന്ന ഒരു ഭരണഘടനയാണുള്ളത്. അതിന് സ്റ്റേറ്റിന് ഇന്റർഫിയർ ചെയ്യാനേ കഴിയില്ല. ഞാൻ ഏത് വിശ്വാസത്തിൽ പോകുന്നത് നിർബന്ധിതമായി മാറ്റി
കഴിഞ്ഞിട്ട് വഖഫ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് പോകാൻ അതെ, ആ പാടില്ല. point അതാണ് പറയാൻ point. പറയാം. ഒരു minute. ആ അതാണ് point point. ആണ്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. നിങ്ങളത് പറ. അതായത് അത് നിങ്ങളത് പറയാതെ ഒളിച്ചു വെക്കാതെ. നിങ്ങളുടെ പ്രശ്നം അതാണ്. ഇപ്പോഴാണ് രാഷ്ട്രീയ പ്രേക്ഷകർക്ക് മനസ്സിലായി. അല്ല, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ആർക്കൊപ്പമാണെന്നുള്ളതും ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. അത് സംശയം വേണ്ട. അത് സംശയം വേണ്ട. അത് കൃത്യമായി മനസ്സിലാകണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമല്ല. അയ്യോ പറഞ്ഞു ശരി ശരി അല്ല. ഒരു നിമിഷം വിശ്വ ഹിന്ദു പരിഷത്ത് പോപ്പിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞത് ആരുടെ സ്നേഹം കൊണ്ടാ? പോപ്പ് ഇവിടെ വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞ ആരുടെ സ്നേഹം കൊണ്ടാ? പോപ്പിന്റെ ആ പോപ്പ് വരുന്നതിന് വേണ്ടി ശബ്ദം ഉയർത്തുക. പരിഷത്തെ കത്തിച്ചത് ആരോടുള്ള സ്നേഹം കൊണ്ടാ? വിശ്വ ഹിന്ദു പരിഷത്ത് ആവർത്തിച്ചു പറഞ്ഞല്ലോ പോപ്പ് മാപ്പ് പറയണം. ശരി, വിട്ടേക്ക്. ജാംബുവയില് കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തത് ആരോടുള്ള സ്നേഹം കൊണ്ടാ? ഗ്രഹാം സ്റ്റുഡ്സേൻസിനെയും കുട്ടികളെയും പച്ചയ്ക്ക് അത്രയ്ക്ക് പുറകോട്ടൊന്നും പോകാതെ വഖഫിനെ കുറിച്ച് പറഞ്ഞാൽ മുനമ്പത്തെ പറയാൻ കഴിയാത്തവർ, കഴിവില്ലാത്തവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതൊക്കെ. അത്രയ്ക്കുള്ള പ്രാധാന്യമേ ഉള്ളൂ. അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുന്നു. നിങ്ങൾ മണിപ്പൂരിനെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ പറഞ്ഞ വഖഫ് ബില്ലിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയാതെ ഗ്രഹാം സ്റ്റെയിൻസ്, മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞു. വഖഫ് ബില്ലിനെ കുറിച്ച് സുജയ, ഞാൻ മുനമ്പത്തെ കുറിച്ച് ഞാൻ പറയാം. മുനമ്പത്തിന്റെ പ്രശ്നം എന്താ? മുനമ്പത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താ പറഞ്ഞത്? ഇവിടെ വന്ന് ജാക്കോബ തിരുമേനിമാരെ കണ്ടിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താ പറഞ്ഞത്? ഒറ്റയാളെ ഇവിടുന്ന് പുറത്തിറക്കത്തില്ലെന്നാ പറഞ്ഞത്. എന്ന് മാത്രമല്ല, കേരളം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് എന്താണ്? അവിടെ 600 കുടുംബങ്ങളുണ്ട്, അവരെ വഴിയാധാരമാക്കരുതെന്നാണ്. എന്നിട്ട് അവരെന്തുകൊണ്ടാണ് സമരം തുടരുന്നത്? സമരം തുടരാൻ ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് അവരുടെ റവന്യൂ റൈറ്റ്സ് കിട്ടണം. ആ റവന്യൂ റൈറ്റ്സ് കിട്ടണം. അവർക്ക് ആ റവന്യൂ റൈറ്റ്സ് ഇറ്റ്സ് എ സെക്യുലർ ക്ലെയിം. അതുകൊണ്ട് അവിടെ ഒരു കാരണവശാലും അവിടെ ഇപ്പം നിങ്ങൾ പോയിട്ട് ചോദിച്ചു നോക്കിയേ, ഈ അവിടെ കരമടയ്ക്കുന്നതിനുള്ള വിഘാതം എന്താണ്? അത് കോടതി സ്റ്റേ ആണ്. അവർ കരമടച്ചു തുടങ്ങിയത് എപ്പോഴാ? 2022 ഏത് സർക്കാരിന്റെ കാലത്താ? ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞല്ലോ. ശരി, അപ്പൊ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമോ എന്നുള്ളതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 1. Meet the editors.